സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ബൈബിളിൽ നിന്ന്, പ്രിയ ദൈവജനമേ, വിശുദ്ധ ബൈബിളിൽ നിന്ന് അല്പസ്വല്പം പറയുവാൻ, ലിവിങ് വിത്ത് ജീസസ്, യേശുവിനോടുകൂടിയുള്ള ജീവിതം, കോടാനുകോടി വർഷത്തെ ജീവിതം, അതേക്കുറിച്ച് അല്പസ്വല്പം പറയുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു, കർത്താവിൽ ശരണപ്പെടുന്നു. സ്തോത്രം, സ്തോത്രം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത സകല മനുഷ്യരെ ജനങ്ങളെ തീപ്പോയികയിൽ തള്ളിയിടും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. നിത്യത മുഴുവൻ തീയും ഗന്ധമുള്ള തീയും ഗന്ധമുള്ള സ്ഥലത്ത് വേണമോ? നിത്യത മുഴുവൻ യേശുവിനോടൊത്ത് കോടാനുകോടി വർഷം ജീവിക്കണമോ? കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കണം. യേശുവിനോടത്ത് കോടാനുകോടി വർഷം ജീവിക്കാൻ. മർക്കോസ് 16:16 പറയുന്നു, വിശ്വസിക്കുകയും സ്ഥാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാക്കപ്പെടും. സ്തോത്രം. റോമർ 6:3 പറയുന്നു, റോമർക്ക് എഴുതിയ ലേഖനം 6:3 പറയുന്നു, സ്നാനപ്പെട്ടവർ ക്രിസ്തുവിനെ ധരിക്കുന്നു. നാം ധരിച്ചിരിക്കുന്ന ക്രിസ്തുവിനെയാണ്. മറ്റുള്ളവർ നമ്മെ കാണുന്നു ക്രിസ്തുവിനെ ആയിരിക്കണം. നാം സ്ഥാനം വിശ്വസിച്ചിട്ടാണ്. യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കാനുള്ള പ്രായമാകണം. 3 മാസമായി കുട്ടി പ്രായമാകുന്നില്ല വിശ്വസിക്കാനുള്ളത്. തെറ്റും ശരി തിരിച്ചറിയാനുള്ള പ്രായമാകണം. മാനസാന്തരപ്പെടുവാൻ, മനസ്സിനൊരു മാറ്റം ഉണ്ടാകാൻ കഴിയണം. വചനം മനസ്സിനെ നിയന്ത്രിക്കണം. അതായത് പരിശുദ്ധാത്മാവും മനുഷ്യരാത്മാവും കൂടി ചേർന്നണം. അതാണ് വീണ്ടും ജനനം. യേശു നിന്നിലും എന്നിലും കർത്തൃത്വം നടത്താൻ ഇടയാകണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ പിടിച്ചു എന്ന് വിചാരിക്കുന്നില്ല, പിടിക്കാമോ എന്ന് വെച്ച് ഓടുന്നതേ ഉള്ളൂ. തനിക്കുള്ളതെല്ലാം ചപ്പചവറ തന്നിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ പുറകെ ലാക്കിലേക്ക് ഓടുകയാണ് പൗലോസ് അപ്പോസ്തലൻ. പൗലോസ് അപ്പോസ്തലൻ്റെ വാക്തത്വമുണ്ട്. റോമിൽ കൈസറിന് മുമ്പ് നിൽക്കേണ്ടതാകുന്നു. അത് റോമിൽ കൈസറിന് മുമ്പ് നിൽക്കാത്തോടത്തോളം കാലം തനിക്കൊരു അനർത്ഥവും മരണവും വരികയുണ്ടെന്ന് എനിക്ക് അതിൽ ഉറപ്പുണ്ട്. കാരണം ദൈവത്തിന് കിട്ടിയ വാക്തത്വമാണ്, നീ റോമിൽ കൈസറിന് മുമ്പ് നിൽക്കേണ്ടതാകുന്നു. പട്ടിണി, വിശപ്പ്, കരയിലാപത്ത്, കടലിലാപത്ത്, പൈതാഹം, 140 അടി ചാട്ടം അടി കൊണ്ടു. സ്തോത്രം. എന്ത് സംഭവിച്ചാലും അണലടിക്കുവാനുണ്ടായി, ഒരു ഈ കപ്പട്ടയത്തിലാപ്പെടാനുണ്ടായി, കരയിലാപത്ത്, കടലിലാപത്ത്, എന്ത് ആപത്തുകളൊക്കെ വന്നാലും പൗലോസപ്പോസ്തലനൊരു ഉറപ്പുണ്ട്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, റോമിൽ കൈസറിന് മുമ്പ് നിൽക്കേണ്ടതാകുന്നതെന്ന്. റോമിൽ കൈസറിന് മുമ്പ് നിൽക്കാത്തോടത്തോളം തനിക്ക് യാതൊരു മരണത്തെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. സ്തോത്രം, സ്തോത്രം. നമുക്കും കർത്താവുമായിട്ട് വ്യക്തിപരമായ ബന്ധം വേണം. നീ ഭവനത്തിൽ ഏകനായി മുട്ടുമടക്കി കർത്താവുമായിരിക്കുമ്പോൾ, പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ കർത്താവിന് ഇമ്പസ്വരം കേൾക്കാം. ഈ സ്തോത്രം. ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കട്ടെ, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ കർത്താവ് പത്മോസ് ദ്വീപിൽ ലേഖനായിരിക്കുമ്പോൾ ബൈബിൾ വായിക്കുക, ലേഖനങ്ങൾ എഴുതുവാനിടയായി. യേശുവിൻ്റെ വെളിപ്പാട് കാണുവാൻ ലേഖനങ്ങൾ എഴുതുവാനിടയായി. അതിൽ ഹോട്ടലുകളിലുള്ളയിടത്ത് യോഹന്നാൻ ദൈവകൃപയിൽ ഉള്ള സ്ഥലത്ത് യോഹന്നാൻ ദൈവകൃപ ലഭിച്ചു. പ്രതിസന്ധി വരട്ടെ, പ്രതികൂലം വരട്ടെ, രോഗം വരട്ടെ, ഭയപ്പെടേണ്ട. പൗലോസിനെ കുത്തു കിട്ടുന്ന അനുഭവം വന്നപ്പോൾ കർത്താവിന് 3 വട്ടം പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു, പൗലോസ് ഭയപ്പെടേണ്ട, എൻ്റെ കൃപ നിനക്ക് മതി. അത് ബലഹീനയെ തികഞ്ഞു വരുന്നു. ക്രിസ്തുവിന് വേണ്ടി ബലഹീനാകുവാൻ പൗലോസ് ഇഷ്ടപ്പെടുന്നു. തല്ലുകൊള്ളുമ്പോൾ തിരിച്ചല്ലാതെ താനൊരു ബലഹീനാണെന്ന് തെളിയിച്ചു. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്ന ശൗൽ ദൈവമായപ്പോൾ ക്രിസ്തുവിലേക്ക് ജനങ്ങളെ ആകർഷിക്കാൻ കൊണ്ടുവരികയാണ്. സ്തോത്രം. അപ്പോഴാണ് ക്രിസ്തുവിലേക്ക് ആളുകളെ കൊണ്ടുവരുന്ന വ്യക്തിയായി മാറ്റപ്പെട്ടു. ശൗൽ പൗലോസപ്പോസ്തലനായി മാറ്റപ്പെട്ടു. സ്തോത്രം, സ്തോത്രം. നമുക്ക് ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൻ്റെ കരയോളം വളരാം. കർത്താവായി നമ്മെ സഹായിക്കട്ടെ. വിറ്റോ വടക്കൻ ആക്കിക്കാവൂ. ത്രികമ്പനം വചനം ശ്രദ്ധിക്കുവാൻ, വചനത്തിലായിരിക്കുവാൻ ദൈവം കൃപയതേനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്, വാഴ്ത്തുകയാണ്. വചനം കേട്ട എല്ലാവരെയും കർത്താവ് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കട്ടെ, ശക്തീകരിക്കട്ടെ, ബലപ്പെട്ട ദീർഘായുസ്സ് തരട്ടെ. സ്തോത്രം. വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അപ്പോസ്തലപ്രവൃത്തി 2:38-42 വരെയുള്ള വാക്യങ്ങൾ, മാനസാന്തര സ്നാനം, ആത്മസ്നാനം, വിശുദ്ധി, വേർപാട്, കൂട്ടായ്മ, അപ്പന്നൂർക്ക്, അപ്പോസ്തലിക ഉപദേശം തുടങ്ങിയ അപ്പോസ്തലിക ഉപദേശ അടിസ്ഥാന ഉപദേശത്തിൽ നിന്നുകൊണ്ട് മുന്നേറാം.
എങ്കിലും ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ കഴിയുകയില്ല, തകർക്കാൻ കഴിയുകയില്ല. നിന്നോട് പൊരുത്തുന്നോട് ഞാൻ പൊരുതും. തിരുവചനത്തിലുണ്ട്. നമ്മളോട് പൊരുത്തുന്നോട് നമുക്ക് പൊരുത്തേണ്ട കാര്യമില്ല. കർത്താവ് പൊരുതിക്കോളും, കർത്താവ് കരുതിക്കോളും, കർത്താവ് സൂക്ഷിച്ചുകൊള്ളും, കർത്താവ് നടത്തിക്കോളും. സർവശക്തനായ ദൈവം, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, നിത്യ സമാധാന പ്രഭു, അത്ഭുത മന്ത്രി, വീരന ദൈവം, സമാധാന പ്രഭു, നിത്യന രാജാവ്. സ്തോത്രം. അവന് കാലുകൾ ഉലയിൽ പപ്പിൽ വെള്ളവും സദസ്യമുള്ളവൻ, മാർത്തോൻ കച്ച കെട്ടിയവൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അജ്ഞാനിക്കത്തെ കണ്ണുള്ളവൻ. സ്തോത്രം, സ്തോത്രം. ഏത് നക്ഷത്രമല്ലെങ്കിൽ പിടിച്ച് ഏത് നിലവിളക്കുള്ളവൻ അവനാണ് ജഡാവതാരം എടുത്ത യേശു ക്രിസ്തു. അവൻ തുല്യരായി ആരുമില്ല. മരിച്ചു വരുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. യേശു ക്രിസ്തു എത്രയും പെട്ടെന്ന് കടന്നു നമ്മെ ചേർക്കുക, കൂടാനുകൂടി യേശുവിനോട് ജീവിക്കും. ബാക്കി എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കൊന്ന് വിരമിക്കുന്നു. വടക്കൻ അക്കിക്കാവ്. സ്തോത്രം. ഹല്ലേലൂയ.